ഹലോ, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ പുതിയൊരു ബയോകെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ പുതിയ വീഡിയോയിലൂടെ എന്താണ് ക്രിയാറ്റിനിൻ്റെ എസ്റ്റിമേഷൻ, അതുപോലെ പ്ലാസ്മ പ്രോട്ടീൻസ് എന്താണ്, അതിൻ്റെ എസ്റ്റിമേഷൻസ് എങ്ങനെ ചെയ്യാമെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. എസ്റ്റിമേഷൻ ഓഫ് ക്രിയാറ്റിനിൻ ബൈ ആൽക്കലൈൻ പിക്രേറ്റ് മെത്തേഡ്. റിയേജൻസ്. ക്രിയാറ്റിൻ്റെ എസ്റ്റിമേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് ആൽക്കലൈൻ പിക്രേറ്റ് മെത്തേഡ്. ഇതിന് യൂസ് ചെയ്യുന്ന റിയേജൻസ് 5% സോഡിയം ടങ്സ്റ്റേറ്റ്, 2/3 NH2SO4, അമോണിയം സൾഫേറ്റ്, 0.04 ml പിക്രിക് ആസിഡ്, 0.75 നോർമൽ NaOH. ഓക്കെ. സ്റ്റോക്ക് ക്രിയാറ്റിനിൻ സ്റ്റാൻഡേർഡ്, വർക്കിംഗ് സ്റ്റാൻഡേർഡ്, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റിയേജൻസ്. ദെൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, പിപ്പറ്റ് 2 ml സിറം ഇൻറ്റു എ സെൻട്രിഫ്യൂജ് ട്യൂബ്. 2 ml സിറം, ഒരു സെൻട്രിഫ്യൂജ് ട്യൂബ് എടുക്കുക. സെൻട്രിഫ്യൂജ് ട്യൂബിലേക്ക് 2 ml സിറം പിപ്പറ്റ് ചെയ്ത് ഈ സെൻട്രിഫ്യൂജ് ട്യൂബിലേക്ക് ആഡ് ചെയ്യാം. ആ സമയത്ത് ഈ സെൻട്രിഫ്യൂജ് ട്യൂബിലേക്ക് നമ്മൾ സിറം ആഡ് ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂജ് ട്യൂബിനകത്ത് 2 ml ഡിസ്റ്റിൽ വാട്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം സെൻട്രിഫ്യൂജ് ട്യൂബ് എടുത്ത് ഇതിലേക്ക് 2 ml ഡിസ്റ്റിൽ വാട്ടറിനെ ആഡ് ചെയ്യുക. അതിലേക്കാണ് 2 ml സിറം ആഡ് ചെയ്യേണ്ടത്. ഓക്കെ. അതിനുശേഷം ആഡ് 2 ml 5% സോഡിയം ടങ്സ്റ്റേറ്റ് ആൻഡ് 2 ml 2.3 H2SO4. 2 ml 5% സോഡിയം ടങ്സ്റ്റേറ്റും കൂടെ 2.3 H2SO4 2 ml ആഡ് ചെയ്യാം. ഓക്കെ. ഇത്രയും റിയേജൻസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. 10 മിനിറ്റ് നേരം റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുക. അതിനുശേഷം സെൻട്രിഫ്യൂജ് ചെയ്യുക. ദെൻ ടേക്ക് ആൻഡ് ലാബൽ 3 ടെസ്റ്റ് ട്യൂബ് TSB. ഇതിന് ശേഷം ഇപ്പോൾ നമ്മൾ സാമ്പിളിൻ്റെ പ്രിപ്പറേഷനാണ് ചെയ്തത്. അതിനുശേഷം 3 ട്യൂബുകൾ എടുക്കുക. റിയേജൻസ് TSB, പ്രോട്ടീൻ ഫ്രീ ഫിൽട്രേറ്റ് 3 ml എടുത്ത് ടെസ്റ്റ് എന്ന് എഴുതിയ ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ. വർക്കിംഗ് റിയേജൻറ്റ് 3 ml സ്റ്റാൻഡേർഡ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. ബ്ലാങ്ക് എന്ന് എഴുതിയ ട്യൂബിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഡിസ്റ്റിൽ വാട്ടർ 3 ml ബ്ലാങ്ക് എന്ന് എഴുതിയ ട്യൂബിലേക്ക് മാത്രം ആഡ് ചെയ്യുക. T എന്ന ട്യൂബിലും S എന്ന ട്യൂബിലും ഡിസ്റ്റിൽ വാട്ടർ ആവശ്യമില്ല. ദെൻ 0.04 ml പിക്രിക് ആസിഡ് 1 ml ടെസ്റ്റ് എന്ന് എഴുതിയ ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് എന്ന് എഴുതിയ ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. ബ്ലാങ്ക് എന്ന് എഴുതിയ ട്യൂബിലേക്കും ആഡ് ചെയ്യുക. അതായത് പിക്രിക് ആസിഡ് 3 ട്യൂബിലേക്കും 1 ml വീതം ആഡ് ചെയ്യുക. ദെൻ 0.75 NaOH 1 ml വീതം 3 ട്യൂബിലേക്കും ഒരുപോലെ ആഡ് ചെയ്യുക. ഓക്കെ. Then mix well and keep to room temperature for 10 minutes. Measure colorimetrically. നന്നായിട്ട് മിക്സ് ചെയ്യുക. റൂം ടെമ്പറേച്ചറിൽ 10 മിനിറ്റ് നേരം വയ്ക്കുക. അതിനുശേഷം കളറിമെട്രിക്കലായിട്ട് റീഡ് ചെയ്യുക. കളറിമീറ്റർ യൂസ് ചെയ്ത് ഇതിൻ്റെ റീഡിങ് എടുക്കാവുന്നതാണ്. 10 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കളറാണ് നമ്മൾ കളറിമെട്രിക്കലായിട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ. Then calculation RT/RS into 15. Reading of test by reading of standard into 15. Then normal value 0.6 to 1.2 mg/%. Okay. Then plasma proteins. The plasma protein present in blood are albumin, globulin and fibrinogen. ബ്ലഡിൽ പ്രസൻ്റ് ആയ പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജനും. ആൽബുമിൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് ആൻ എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ടിംഗ് മീഡിയം ആൻഡ് ഹെൽപ്പ് ഇൻ മെക്കാനിസം ഓഫ് ബ്ലഡ് കൊയാഗുലേഷൻ. ആൽബുമിൻ ഒരു എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ടിംഗ് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇത് ബ്ലഡ് കൊയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നു. എസ്റ്റിമേഷൻ ഓഫ് ആൽബുമിൻ BCG മെത്തേഡ്. റിയേജൻറ്റ് ബ്രോമോക്രസോൾ ഗ്രീൻ റിയേജൻറ്റ്, ആൽബുമിൻ സ്റ്റാൻഡേർഡ് 4 gram, ആൽബുമിൻ വർക്കിംഗ് റിയേജൻറ്റ്. ഓക്കെ. അപ്പോൾ BCG മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. BCG
bromocresol green reagent. Okay. And procedure: pipette 1 ml working dye solution to 3 test tube marked as TSB. 1 ml വർക്കിംഗ് ഡൈ, അതായത് പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ഡൈ 3 ടെസ്റ്റ് ട്യൂബിലേക്കും ടിയിലേക്കും എസിലേക്കും ബിയിലേക്കും 1 ml വീതം ആഡ് ചെയ്യുക. അപ്പോൾ ടെസ്റ്റ് ആഡ് ടിയിലേക്ക് 0.01 ml സിറം ആഡ് ചെയ്യുക. മുന്നേ നമ്മൾ 1 ml വർക്കിംഗ് ഡൈ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ എസ് എന്ന് എഴുതിയ ട്യൂബിലേക്ക് ആദ്യം വർക്കിംഗ് ഡൈ 1 ml ഉണ്ട്, ഇതിലേക്ക് 0.01 ml സ്റ്റാൻഡേർഡിന് ആഡ് ചെയ്യാം. അതിനുശേഷം ബ്ലാങ്ക് എന്ന് എഴുതിയ ട്യൂബിലേക്ക് ആദ്യം 1 ml വർക്കിംഗ് ഡൈ ആഡ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം 0.01 ml ഡിസ്റ്റിൽ വാട്ടറിന് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. കീപ് ഫോർ 10 minutes or 15 minutes അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് റീഡ്. നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരം റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുക. ഇതിന് ശേഷം കളറിമെട്രിക്കലായിട്ട് റീഡ് ചെയ്യാം. ഓക്കെ. ദെൻ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. RT/RS/4 റീഡിംഗ് ഓഫ് ടെസ്റ്റിന് ടി എന്ന് എഴുതിയ ട്യൂബിൻ്റെ റീഡിംഗ് എടുക്കുക, ഡിവൈഡഡ് ബൈ എസ് എന്ന് എഴുതിയ ട്യൂബിൻ്റെ റീഡിംഗ് എടുക്കുക, ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ്റെ വാല്യൂ കിട്ടും. ദെൻ നോർമൽ വാല്യൂ മെയിലിൽ 3.5 to 4 gram%, ഫീമെയിലിൽ 3.4 to 4.7 gram%. ഇങ്ങനെയാണ് പ്രോട്ടീൻ്റെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി റിയേജൻറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് ഒരു കോളത്തിലാക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് വർക്കിംഗ് റിയേജൻറ്റ് 1 ml വീതം 3 ട്യൂബിലേക്ക് ആഡ് ചെയ്തു. ദെൻ സിറം സാമ്പിൾ എസ് എന്ന് എഴുതിയ ട്യൂബിലേക്ക് മാത്രം, ടി എന്ന് എഴുതിയ ട്യൂബിലേക്ക് മാത്രം 0.01 ml ആഡ് ചെയ്തു. ദെൻ സ്റ്റാൻഡേർഡ് എസ് എന്ന് എഴുതിയ ട്യൂബിലേക്ക് മാത്രം 0.01 ml ആഡ് ചെയ്തു. ദെൻ ഡിസ്റ്റിൽ വാട്ടർ 0.01 ml ബ്ലാങ്കിലേക്ക് മാത്രം ആഡ് ചെയ്തു. ഓക്കെ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആൽബുമിൻ്റെ ലെവൽ ഡിക്രീസ് കുറഞ്ഞു കഴിഞ്ഞാൽ സിറോസിസ് ഓഫ് ലിവർ, കിഡ്നി ഡിസീസ്, ഇൻക്രീസ് ഇൻ ക്രോണിക് വോമിറ്റിംഗ് ആൻഡ് ഡയറിയ. കുറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൻ്റെ സിറോസിസിനും കിഡ്നി ഡിസീസസിനും കാരണമാവാം. കൂടിക്കഴിഞ്ഞാൽ ക്രോണിക് വോമിറ്റിങ്ങും ഡയറിയ ഉണ്ടാവാം. ഓക്കെ. ദെൻ എന്താണ് എസ്റ്റിമേഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന് നോക്കാം. എസ്റ്റിമേഷൻ ഓഫ് പ്രോട്ടീൻസ് ബൈ ബയൂററ്റ് മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോട്ടീൻ ഇൻക്രീസ് പ്രോട്ടീൻസ് കോൺസെൻട്രേഷൻ ഒക്കർ ഇൻ സിവിയർ വോമിറ്റിംഗ് ആൻഡ് ഡയറിയ. പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്ന അവസ്ഥ സിവിയർ വോമിറ്റിങ്ങിനും ഡയറിയയിലുമാണ് പ്രോട്ടീൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. ലോ പ്രോട്ടീൻ ഇൻടേക്ക് ഓർ ഡ്യൂ ടു ഇംപയർഡ് സിന്തസിസ് ആസ് ഇൻ സം ലിവർ ഡിസീസ്, ഓൾസോ ഇൻ നെഫ്രോട്ടിക് സിൻഡ്രോം. പ്രോട്ടീൻ്റെ ഇൻടേക്ക് കുറയുമ്പോൾ അത് സിന്തസിസിന് കാരണമാവും. ലിവറിന് കറക്റ്റ് അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതിൻ്റെ സിന്തസിസ് ഒന്നും കറക്റ്റായിട്ട് നടക്കില്ല. അപ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രോം പോലുള്ള ഡിസീസസിന് കാരണമാവും. ഓക്കെ. ദെൻ റിയേജൻറ്റ്. ഫസ്റ്റ് വൺ ബയൂറേറ്റ് റിയേജൻറ്റ്, സെക്കൻഡ് വൺ പ്രോട്ടീൻ സ്റ്റാൻഡേർഡ് 60 gram. പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. റിയേജൻറ്റ് ബയൂറേറ്റ് റിയേജൻറ്റ് TSBയിലേക്ക് ടെസ്റ്റ് ട്യൂബിലേക്ക്, സ്റ്റാൻഡേർഡ് ട്യൂബിലേക്ക്, ബ്ലാങ്ക് എന്ന് എഴുതിയ ട്യൂബിലേക്കും 3 ട്യൂബിലേക്കും ഒരുപോലെ 1 ml വീതം ആഡ് ചെയ്യുക. ദെൻ സിറം സാമ്പിളിന് 0.02 ml ടെസ്റ്റ് എന്ന് എഴുതിയ ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡിലും ബ്ലാങ്കിലും അതിൻ്റെ ആവശ്യമില്ല. ദെൻ സ്റ്റാൻഡേർഡ് എടുത്ത് ടിയിലേക്ക് വേണ്ട എസിലേക്ക് 0.02 ml അല്ലെങ്കിൽ 20 ml ആഡ് ചെയ്യുക. ബ്ലാങ്കിലേക്ക് വേണ്ട. ദെൻ ഡിസ്റ്റിൽ വാട്ടർ ടിയിലേക്ക് വേണ്ട, സ്റ്റാൻഡേർഡിലേക്ക് വേണ്ട, ബ്ലാങ്കിലേക്ക് 0.02 ml ആഡ് ചെയ്യുക. ദെൻ മിക്സ് വെൽ ആൻഡ് അലൗ ടു സ്റ്റാൻഡ് 30 minutes ഫ്രം റൂം ടെമ്പറേച്ചർ. മെഷർ കളറിമെട്രിക്കലി. നന്നായിട്ട് മിക്സ് ചെയ്യുക. 30 മിനിറ്റ് നേരം റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുക. കളറിമെട്രിക്കലായിട്ട് മെഷർ ചെയ്യുക. ഓക്കെ. ദെൻ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. RT റീഡിംഗ് ഓഫ് ടെസ്റ്റ് ഡിവൈഡഡ് ബൈ റീഡിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ്റെ
റീഡിങ് എടുക്കാം. ദെൻ നോർമൽ വാല്യൂ 6 to 8 gram%. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലാസ്മ പ്രോട്ടീൻസാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ നമ്മൾ എങ്ങനെയാണ് ക്രിയാറ്റിനിൻ ആൽക്കലൈൻ പിത്രേറ്റ് മെത്തേഡ് വഴി ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ എങ്ങനെയാണ് ആൽബുമിൻ ചെയ്യുക BCG മെത്തേഡ് വഴി എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിച്ചു. ബ്രോമോക്രസോൾ ഗ്രീൻ റിയേജൻ്റ് വഴി. ദെൻ പ്രോട്ടീൻ ബൈ ബയോറേറ്റ് മെത്തേഡ് വഴി എങ്ങനെ ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പഠിച്ചു. ഓക്കെ, താങ്ക് യു.